ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി തയ്യാറാക്കിയല്ലോ. ഇത് അച്ചിങ്ങാപ്പയർ എല്ലാം കഴുകി വൃത്തിയാക്കി ഒടിച്ചെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി വറ്റൽമുളകും കൂടി ചതച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. പാനൊക്കെ ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചുവന്നുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ചുവന്നുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വഴന്നു വന്നതിന് ശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കാം. കറിവേപ്പിലയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഒടിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അച്ചിങ്ങാപ്പയർ ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. ഒരു 3/4 സ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം നല്ല ആവിയിൽ ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വെള്ളമയെല്ലാം മാറ്റി നന്നായിട്ട് തോർത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.